നിർമ്മിത ബുദ്ധി മേഖലയിലെ ഡീപ് സീക്കിന്റെ തവളച്ചാട്ടത്തിൽ വിറച്ച് അമേരിക്കൻ ടെക് അതികായർ. നാസ്ഡാക്ക് സൂചിക ഇടിഞ്ഞത് 3%. അതിസമ്പന്നരായ 500 പേർക്ക് ഓഹരി വിപണിയിൽ $10,800 കോടി നഷ്ടം. എൻവിഡിയ സഹസ്ഥാപകൻ ജെൻസൺ ഹുവാങ്ങിന് നഷ്ടം $210 കോടി. ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായി ഡീപ് സീക്ക്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസനത്തിന് US കമ്പനികൾ മുടക്കിയ വൻതുക വെള്ളത്തിലായോ? മുന്നേറ്റ കാലം വിട്ട് ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരായ സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും ഓഹരി വിപണിയിൽ തിരിച്ചടി. ജനുവരിക്ക് ശേഷം 28% സ്വിഗ്ഗി ഓഹരി വിലയിടിവ്. ഇന്ന് ഒരു ഘട്ടത്തിൽ വില ഇഷ്യൂ പ്രൈസിനേക്കാൾ താഴെ. 5 ദിവസത്തിനിടയിൽ സൊമാറ്റോയുടെ ഇടിവ് 7%. ബാങ്കിങ്ങിൽ പണലഭ്യത കൂട്ടാനുള്ള റിസർവ് ബാങ്ക് നടപടി ഇന്ത്യൻ ഓഹരി വിപണിക്ക് ഉത്തേജനം നൽകിയപ്പോൾ തന്നെയാണ് ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംഭാഷണങ്ങൾക്കിടയിലും ഇന്ത്യയോട് നിലപാട് മയപ്പെടുത്താതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുടെയും മറ്റും ഉയർന്ന നികുതി രീതികൾ അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുന്നുവെന്നും നോക്കിയിരിക്കില്ലെന്നും ട്രംപ്. ഫെബ്രുവരി 7 കേരള ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ വികസന പദ്ധതികൾക്ക് വലിയൊരു സഹായം കേന്ദ്ര ബജറ്റിലൂടെ പ്രതീക്ഷിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രയാസത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മന്ത്രി. അങ്ങനെയെങ്കിൽ ബജറ്റിന്റെ സ്വഭാവം എന്താകും? ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.com.